അതിനുശേഷം പവിഴം പ്രസവിച്ചു. ജയകൃഷ്ണനും ഗോപികൃഷ്ണനും പൊള്ളാച്ചിയിൽ പോയിട്ടും പെണ്ണ് കിട്ടിയില്ല. അവസാനം പഴയ പച്ച തക്കാളിയെയും പഴുത്ത തക്കാളിയെയും കല്യാണം കഴിക്കേണ്ടി വന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മേലെപ്പറമ്പ് വീട്. ത്രിവിക്രമനും ഭാനുമതിയും ഇപ്പോൾ ഇല്ല. എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അമ്മാവൻ കണ്ണപ്പനാണ്. പവിഴം മലയാളം പഠിച്ച് ഹരികൃഷ്ണനുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ജയകൃഷ്ണനെയും ഗോപികൃഷ്ണനെയും അവരുടെ ഭാര്യമാർ സ്നേഹിച്ചു തുടങ്ങി. ഇന്ന് അവർ സുഖമായി ജീവിക്കുന്നു. മേലെപ്പറമ്പിൽ പവിഴത്തിൻ്റെ അച്ഛൻ വീരമുത്തു കൗണ്ടർ ഇന്നില്ല. അമ്മ മാത്രമാണ് ഉള്ളത്. PKT പേഴ്സണൽ സർവീസ് ഇപ്പോഴും ഒരേ ഡ്രൈവർ തന്നെയാണ്. കുട്ടൻ നായർ മരിക്കുന്നതിന് മുമ്പ് ചെന്താമരയെ അടിയും പിടിയും നിർത്തി മാന്യനായ മാരിമുത്തിനെ വിവാഹം ചെയ്തു കൊടുത്തു. ഇന്ന് അവർക്ക് മുല്ല എന്നു പേരുള്ള മകളുണ്ട്. ഈ മുല്ലയെ പ്രേമിക്കുന്നത് നമ്മുടെ ഹരികൃഷ്ണൻ്റെ മകനാണ്. അനിയന്മാർക്ക് കൂടി പെണ്ണ് കെട്ടിയാൽ മതിയെന്ന് കണ്ണപ്പൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഇന്ദ്രൻ ബ്രോക്കർ മേലെപ്പറമ്പിൽ എത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഇതാണ് മേലെപ്പറമ്പിലെ വിശേഷം. ഇന്ന് ഈ 3 പേരാണ് മേലെപ്പറമ്പിലെ ആൺകുട്ടികൾ. ഇത് ഇവരുടെ കഥയാണ്. മേലെപ്പറമ്പിലെ ആൺമക്കൾ. എങ്ങനെയുണ്ട് കഥ? കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ മറക്കരുതേ.